എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതൊന്നും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓർക്കാറില്ല. നമ്മളെല്ലാവരും തന്നെ, അല്ലെങ്കിൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരാണ്. 2 വീലർ ആവട്ടെ, 4 വീലർ ആവട്ടെ, ഹെവി വാഹനങ്ങളാവട്ടെ, എന്തു തന്നെയുമാവട്ടെ. എന്നാൽ പലപ്പോഴും ഇത് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചെറിയ തെറ്റുകൾ, ചെറിയ ഒരു അലസത, അശ്രദ്ധ, അത് മതി ജീവിതത്തിൽ ഒരു വലിയ ദുരന്തമായിട്ട് അത് പരിണമിക്കാൻ. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ വളരെ വലിയ ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. ഈ ലോകത്ത് അപകടങ്ങളെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അൺസേഫ് ആക്ട്, അൺസേഫ് കണ്ടീഷൻ, മൂന്നാമത്തത് നാച്ചുറൽ കലാമിറ്റീസ്. നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് 2% ഈ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള അപകടങ്ങളുടെ കണക്കിൽ നമുക്ക് കാണാൻ പറ്റുക. വെറും 2% മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് അൺസേഫ് കണ്ടീഷനാണ്. ഈ മോശമായിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ അതിൽ പെടുന്നതാണ്. അത് 18% പറയുന്നത്. ബാക്കി 80% അപകടങ്ങളും അൺസേഫ് ആക്ട് ആണ്. അതായത് മോശമായിട്ടുള്ള പ്രവൃത്തി, തെറ്റായിട്ടുള്ള പ്രവൃത്തി കാരണം, ചുരുക്കി പറഞ്ഞാൽ നമ്മളെന്ന വ്യക്തിയുടെ ചിന്തകളിലോ പ്രവൃത്തിയിലോ ഉണ്ടാകുന്ന തെറ്റുകളുടെ പിൻബലത്തിലാണ് ഭൂരിഭാഗം അപകടങ്ങളും ഈ ലോകത്തുണ്ടായിട്ടുള്ളതാണ്. കുറച്ചുകൂടി നമ്മൾ നല്ല ചിന്തകൾക്ക് വിധേയമായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഒരു പരിധിവരെ ഒരുപാട് അപകടങ്ങളെ നമുക്ക് കുറക്കാൻ പറ്റും. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. എനിക്കൊരിക്കലും അതൊരു കലയാണെന്ന് തോന്നിയിട്ടില്ല. അത് ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളോടും നമുക്ക് ചുറ്റുമുള്ള ആളുകളോടുമുള്ള ഉത്തരവാദിത്തം. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവന് സുരക്ഷിതത്വം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാരണം മറ്റുള്ളവർക്കും അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഉത്തരവാദിത്വമുണ്ട്. ഇതല്ലേ ഡ്രൈവിങ്ങിൻ്റെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള യാഥാർത്ഥ്യം. അതിലപ്പുറം ആസ്വദിക്കലൊക്കെ പണ്ട് ആരോ പറഞ്ഞു വെച്ച ഒരു കാര്യം മാത്രമാണ്. അതായത് പണ്ട് കാലങ്ങളിൽ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്കൊക്കെ അറിയാം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം ഒരു ബസ്സൊക്കെ കിട്ടാൻ. അത്രക്കേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഒരു മാരുതി കാറ് പോലും ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് വലിയൊരു അത്ഭുതമായി കണ്ടിരുന്ന ഒരു കാലത്ത് ഡ്രൈവിംഗ് ഒരു കലയാണെന്നും അത് ആസ്വദിച്ച് ചെയ്യാനുള്ളതാണ് എന്നും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അന്നത്തെ കാലത്ത് അതൊക്കെ സാധ്യമാണ്. കണ്ണും പൂട്ടി വണ്ടി ഓടിച്ചാലും പ്രത്യേകിച്ചൊന്നും പറ്റാറില്ല എന്ന് പറയും പോലെയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡ്രൈവിംഗ് ആസ്വദിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു കലയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരാവണ്ണം വീട്ടിലെത്തില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് അതൊരു കലയല്ല, ഉത്തരവാദിത്തമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ച് യാത്ര ചെയ്യാനാണ് നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നത്. അത് സുരക്ഷിതമായി ഓടിക്കുക എന്നതാണ് ഉത്തരവാദിത്തം. അത് നമ്മളോടുള്ള ഉത്തരവാദിത്തമാണ്, നമുക്ക് ചുറ്റുമുള്ള ആളുകളോടുമുള്ള ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വാഹനമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ എപ്പോൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ വീട്ടിൽ. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കള്, നമ്മുടെ അച്ഛനമ്മമാർ, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ. അവർക്ക് ഒരു കണ്ണീര് സമ്മാനിച്ച് കടന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവുണ്ടാകണം. പലപ്പോഴും ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ പല ആളുകൾ പറയാറുണ്ട്, വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോകട്ടെ എന്നേ. ജീവനൊന്നും അത്ര വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത രീതിയിൽ നമ്മൾ പല ആളുകളും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും ജീവന്റെ വില നമ്മൾ തിരിച്ചറിയാറില്ല. എന്നാൽ മരണത്തോട് മല്ലിടുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവൻ ഇത്രത്തോളം വിലയുണ്ടായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, നമ്മൾ ഫ്രീ ആയി. പക്ഷേ നമ്മുടെ നഷ്ടം ജീവിതകാലം മുഴുവൻ ഒരു സങ്കടക്കടലായിട്ട് ചേർത്ത് പിടിക്കുന്ന ചില ജന്മങ്ങളുണ്ട്. അവരെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുക. വീട്ടിലേക്ക് നമ്മൾ കൃത്യമായി തിരിച്ചെത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടു കൂടി, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു അപകടം ഉണ്ടാവരുത് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത്, അമിതമായി വേഗതയോടുകൂടി യാത്ര ചെയ്യുന്ന സമയത്ത്, അശ്രദ്ധയോടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവൻ നിലനിർത്താൻ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ശ്രദ്ധ ആവശ്യമുണ്ട്.
എന്നാൽ ആ ജീവൻ നഷ്ടപ്പെടാൻ ഒരു നിമിഷത്തെ അശ്രദ്ധയോ അലസതയോ തെറ്റായ ഒരു തീരുമാനമോ മതിയാവും. അതുകൊണ്ട് ശ്രദ്ധയോടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ നമ്മൾ ശീലിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമുണ്ട്. പക്വതയാർന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം. പലപ്പോഴും നമുക്കറിയാം, കുട്ടികൾ അല്ലെങ്കിൽ കൗമാരത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഗ്രസീവാണ്. ആ ഒരു ടൈമിലുള്ള എത്രയോ മക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയ കഥകൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ അച്ഛനമ്മമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ വണ്ടിയുടെ താക്കോല് നിങ്ങളുടെ മക്കൾക്ക് കൈമാറുമ്പോൾ അവർ അതിന് പ്രാപ്തിയുള്ളവരായിട്ടുണ്ടോ എന്ന ബോധം നമുക്കുണ്ടാവണം. കുറേ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചും മനസ്സിലാക്കിയും പക്വതയാർന്നൊരു വ്യക്തിത്വമായി രൂപപ്പെടുത്തിയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, അച്ഛനമ്മമാരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് മക്കളും. ഒരാവേശത്തിൻ്റെ പുറത്തോ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയോ എൻ്റെ മക്കൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു എന്ന വലിയ പൊങ്ങച്ചം പറയാൻ വേണ്ടിയോ നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവരെ ആ പക്വതയിൽ എത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ജീവൻ മാത്രമല്ല, നമ്മൾ കാരണം മറ്റുള്ളവരുടെ ജീവിതം കൂടി അപകടത്തിലാവുന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകരുത്. പലപ്പോഴും ഈ ജോലിക്ക് പോകുന്ന ആളുകളെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തിരക്ക് പിടിച്ചിട്ടാണ് അവർ യാത്ര ചെയ്യുക. എന്നിട്ട് വണ്ടി എടുത്തിട്ട്, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും പറന്നു പോകുന്നത് കാണാം. 5-10 മിനിറ്റ് ഒന്ന് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ സാവകാശം സുരക്ഷിതമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അവനവനും ബുദ്ധിമുട്ടില്ലാതെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് ഒരു വലിയ ചോദ്യം തന്നെയല്ലേ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ ചെറിയ തെറ്റിൽ നിന്ന് പൊലിഞ്ഞു പോകുന്നത് നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവൻ മാത്രമല്ല, അതോർത്ത് കരയാൻ, ജീവിതകാലം മുഴുവൻ കരയാൻ കുറേ ആളുകളെ വിട്ടുകൊടുക്കുകയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനോട് കണക്ട് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളില്ലേ, ആത്മഹത്യ ചെയ്യുന്നവർക്ക് അത് ചെയ്തിട്ടങ്ങ് പോയാൽ മതി. പിന്നീട് അവർക്കൊന്നും ചിന്തിക്കാനില്ല, ആലോചിക്കാനില്ല. പക്ഷെ അവരെ ഓർത്ത് ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കുന്ന ഒരു കുടുംബം ഉണ്ടാകും, ജീവിത പങ്കാളി ഉണ്ടാവും, മക്കളുണ്ടാവും, അച്ഛനമ്മമാരുണ്ടാവും, പ്രിയപ്പെട്ടവരുണ്ടാകും അല്ലേ. ഇവിടെയാണ് ആത്മഹത്യ പാപമാകുന്നതും ഒരു വലിയ തെറ്റാകുന്നതും. ഇതേ കാര്യം തന്നെയാണ് വാഹനാപകടങ്ങളിൽ നമ്മൾ കാണേണ്ടത്. അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ, അമിത വേഗതയിൽ വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് അപകടം പറ്റിയാലും മറ്റുള്ളവർക്ക് അപകടം പറ്റിയാലും അവിടെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ കണക്ട് ചെയ്ത് ജീവിക്കുന്ന, നമ്മളാണ് ലോകമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത മുറിവായിട്ട് അതങ്ങനെ കിടക്കും ജീവിതകാലം വരെ. അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കാതെ നോക്കുക. താക്കോലെടുത്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ എല്ലായ്പ്പോഴും ഒന്ന് കടന്നു പോവേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി പക്വതയോടെ വാഹനം ഓടിക്കുന്ന ഒരു മികച്ച ഡ്രൈവറായി മാറുന്നത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി